അമ്മ ഞാൻ പോവാണ്, ഇനി ഇന്ന് ബസ് കിട്ടത്തില്ല. അയ്യോ പേടിപ്പിക്കുന്ന എന്തിനാടാ? പിന്നെ എനിക്കിപ്പോ ഒന്നും കേൾക്കാൻ സമയം നീ വേണമെങ്കിൽ നടന്നോണ്ട് സംസാരിക്കും. എത്ര നേരത്തെ എണീറ്റാലും ബസിന്റെ പേർക്കുള്ള ഒരു സമാധാനം കിട്ടില്ല. അയ്യോ ആരെയും കാണുന്നില്ല, ബസ് പോയെന്ന് തോന്നുന്നു. ഒന്ന് അടങ്ങിയില്ലടാ, എങ്ങനെ പോകുന്ന ആലോചിക്കുമ്പോഴാ. നീ എന്നും പോകുന്ന ബസ് ഇന്നില്ല. എന്നിട്ട് നീ അത് ഇപ്പോഴാടാ പറയുന്ന? അത് പറയാൻ നീ സമ്മതിച്ചില്ലല്ലേ, പിന്നെ ഞാൻ കൊല്ലത്തോട്ട് പോവാ, നിന്നെ വേണമെങ്കിൽ ആക്കാം. എന്നിട്ടാണോടാ നീ എന്നെ ഇവിടെ വരെ നടത്തിച്ച? പറ. എന്താ എടുക്കുന്നടി? വെറുതെ ഇരിക്കുന്നു. ആ നാടെ വെറുതെ ഇരുന്നോ? ഇവനിത് എന്തിന്റെ ഭ്രാന്ത്, വന്ന് കേറ്. എനിക്കിപ്പോ കട്ടൻ കുടിക്കണം, ഓക്കെ. പക്ഷെ നീ എന്തിനാ എന്നെ വിളിച്ചോണ്ട് വന്ന്? എന്നെ കട്ട പിടിക്കണമെന്ന് എനിക്ക് അറിയായിരുന്നു. ഞാൻ പെട്രോൾ അടിക്കാൻ വേണ്ടി വന്നയാ, പക്ഷെ മറന്നുപോയി. ഇപ്പോണ്ട് സ്റ്റാർട്ട് ആവുന്നില്ല. എപ്പോഴത്തേം പോലെ ഞാൻ ചോദിക്കാഞ്ഞോണ്ട് പറഞ്ഞില്ല. എന്നാ പൈസ ഞാൻ വൈകിട്ടത്തേക്കല്ലേ ചോദിച്ചേ? കൂട്ടുകാരൊക്കെ വന്നേല്ലേ, ആവശ്യം വരും. അവന് നിന്നെ ഇഷ്ടമാണോ? ആ എനിക്കറിയത്തില്ല. അതെന്താ നീ ചോദിച്ചിട്ടില്ലേ? ഇല്ല ഞാൻ ചോദിച്ചിട്ടില്ല. അവൻ പറഞ്ഞിട്ടുമില്ല. അത് വേറൊന്നുമല്ല, ഞാൻ അങ്ങോട്ടൊന്നും ചോദിക്കാതെ അവൻ ഇങ്ങോട്ടൊന്നും പറയാറില്ല. എന്നാ പോയി ചോദിച്ചു നോക്ക്. എന്താ നമ്മളെ പറയാനുള്ളേ? ഞാൻ ചോദിക്കാതെ നീ എന്നോടൊന്നും പറയില്ലെന്നറിയാം, അതുകൊണ്ട് ഞാൻ ചോദിക്കാം. നിനക്ക് എന്നെ ഇഷ്ടല്ലേ? അല്ല. അല്ലേ? അപ്പൊ പിന്നെ എന്റെ മനസ്സറിഞ്ഞോന്നൊക്കെ ചെയ്യുന്നയാ? മനസ്സണിഞ്ഞ നിന്റെ മനസ്സ് ഞാൻ അങ്ങനെ അറിയാനാ? അതെല്ലാം നിന്റെ അമ്മച്ചടുത്ത് പോയി ചോദിക്ക്. അമ്മച്ചടുത്ത് ചോദിക്കാനാ? മോനെ ബസ്സില്ലെങ്കിൽ മോളെ കൊണ്ടാക്കാൻ പറയുക. മോനെ വിഷ്ണു, അമ്മയ്ക്ക് ടി വി കാണാൻ പറ്റത്തോണ്ട് മോളെ പറഞ്ഞു വിടാൻ നോക്കുക. കൂട്ടുകാർ വന്നപ്പോൾ ഫുഡ് ഉണ്ടാക്കാൻ പറ്റത്തോണ്ട് എന്നെ പൈസ കടം വാങ്ങുക. സത്യം പറഞ്ഞ അമ്മയും കൊണ്ട് ഞാൻ തോറ്റായിരുന്നു, ഇപ്പൊ മോളെയും കൊണ്ട് ശല്യമായോ? ടമ്മി നല്ല